ഗഡീസ് എന്നിട്ട് പരിപാടി നമ്മളിന്ന് രാവിലെ ഷോപ്പിലേക്ക് ഇറങ്ങിയാണ് നാട്ടിൽ കാണുന്നത്. ഷോപ്പിലേക്ക് ബസ്സിൽ ഇറങ്ങിയപ്പോൾ നമ്മളൊരു 50 രൂപ ഉണ്ടായിരുന്നു. അതങ്ങോട്ട് പോയി കിട്ടി. പോക്കറ്റ് നോക്കിയാൽ കാലിട്ടിരിക്കുന്നതാണ്. നമ്മളത് കാരണം ഒരു മുഖതപ്പെട്ട മുഞ്ചിയ അവസ്ഥയിലായിപ്പോയി. സാരില്ല, നമ്മൾ അടുത്ത പരിപാടി നോക്കി. ലിഫ്റ്റ് പിടിക്കലാണ് നമ്മുടെ അടുത്ത പരിപാടി. പക്ഷെ ലിഫ്റ്റ് പിടിക്കാനായിട്ട് നമുക്ക് റോട്ടിൽ ഒറ്റ വണ്ടിയും കാണാനില്ല. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നൊസ്റ്റാൾജിയുള്ളൊരു വീട് കാണുന്നത്. ഇങ്ങനത്തെ വീട്ടിലേക്കായിട്ട് ഞാൻ ജനിച്ച് വളർന്നൊക്കെ. അത് കാരണം കൊണ്ട് തന്നെ ഇങ്ങനത്തെ വീട് കാണുമ്പോൾ ഒരു നല്ല ഇതാണ്. അത് എൻ്റെ ഇടയിലാണ് നമ്മുടെ ഒരു ബസ് പോകുന്നത്. അതിന് നമ്മൾ കുറച്ച് ബൈക്കാരെ കാണിച്ചു, കാറുകാരെ കാണിച്ചു. ദൂരെ നോക്കിയപ്പോൾ മഴ വരുന്നുണ്ട്. വീണ്ടും കാറുകാരെ കാണിച്ചു. ആരും നിർത്തുന്നത് കാണാനില്ല. നമ്മൾ വീണ്ടും നടന്നുകൊണ്ട് അങ്ങനെ ഇരുന്നുട്ടാ. നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ പോക്കറ്റിൻ്റെ സൈഡ് ഭാഗം നോക്കിയപ്പോൾ ഇതാണ് ഓട്ട. ഈ ഓട്ട ഇവിടെ ആയിരിക്കും 50 രൂപ പോയിരിക്കുന്നു ഞാൻ നിഗമിച്ചു. അങ്ങനെ വീണ്ടും നടന്നു പോയപ്പോഴാണ് നമുക്ക് മഴ കിട്ടിയത്. മഴ കിട്ടിയപ്പോൾ നമ്മളൊരു ഷെഡിൻ്റെ അടിയിൽ കയറിയിരുന്നുട്ടാ. അങ്ങനെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് അടുത്ത ബസ്സും പോണ് കണ്ടത്. ഒരു രക്ഷയില്ല, ഞാൻ പെട്ടുപോയ അവസ്ഥയിലായിരുന്നു. കട തുറക്കാനാണെങ്കിൽ നേരം വൈകും ചെയ്തു. 3 മണിക്ക് തുറക്കേണ്ട കട 4 മണിയായിട്ടൊന്ന് തുറന്ന്. പക്ഷെ നമുക്കൊരു കൂട്ടുകാരനെ അവിടെ നിന്ന് കിട്ടിയിട്ടാ. ആളാണെങ്കിൽ മഴ നനഞ്ഞ് എവിടേക്കാണ്ട് പോയി ചക്കയൊക്കെ തിന്നിട്ട് വന്നതാണേ നോക്കുന്നു. നല്ല ചക്കയുടെ മണ്ണുണ്ടായിരുന്നു. പക്ഷെ ആളെ നമ്മൾ കുറച്ച് നേരം താലോലിച്ച് ഇങ്ങനെ സെറ്റപ്പൊക്കെ ആയിട്ട് തിന്നുട്ടാ. അതുപോലെ മഴയത്ത് ഇറങ്ങാൻ നല്ല ഇഷ്ടമാണ്. മഴ നനഞ്ഞിങ്ങനെ നടക്കാനുള്ള ഒരു വൈബുള്ള ഒരാളാണ്. നമ്മളെന്തോരം ഇതാക്കിയ ഒരാൾ ഇങ്ങനെ തന്നെ പോരും. പാവം തോന്നിയിട്ട് കണ്ടപ്പോൾ കുഞ്ഞു കുട്ടിയാണ്. അതിന് നമ്മൾ സ്ഥിരമായിട്ട് കടയിൽ ചെയ്യണ പരിപാടികൾക്ക് തന്നെ എത്തി കട തുടങ്ങി അങ്ങനെ കുറച്ച് ഇതൊക്കെ ആക്കി. ഇരിക്കുന്ന സാധനം കണ്ട, ഇതാണ് നമ്മുടെ ഒരു ദിവസത്തെ കണ്ണിൻ്റെ പണിയാകുന്ന സംഭവം കേട്ടോ. ഇവന് ഞാൻ ഓഞ്ഞ് വെച്ചിട്ടുണ്ട്. അതല്ല കിട്ടീസ, നമ്മുടെ കടയിൽ ഇന്ന് സോങ്ങിൻ്റെ ഒരു ബാൻഡ് വന്നിട്ടുണ്ടായിട്ടാ. അടിപൊളിയായിരുന്നു കേട്ടോ അവരുടെ പരിപാടി. അങ്ങനെ അവരൊക്കെ പരിപാടി അടിപൊളിയായിട്ടാ. അടിപൊളി പരിപാടികളൊക്കെ നടത്തി നൈസ് നടന്നു. അത് കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തിയപ്പോൾ ബോഡി ഷോ കേട്ടത്. നമുക്കും വേണ്ട ഒരു ഷോ, അതുകൊണ്ടാണ് ഈ ഷോ ഇറക്കിയത്. അതൊക്കെ നമ്മുടെ മച്ചന്മാരാട്ടാ. ഓക്കേട്ടാ, ബൈ.